നിലവിലെ ഇന്ത്യ ഗവൺമെന്റ് ഇറാനിൽ ഉണ്ടാവാൻ പോകുന്ന ഭരണമാറ്റത്തെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാവുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നു. അതായത് യു എന്നിന്റെ ഹ്യൂമൻ റൈറ്റ് കൗൺസിലിൽ ഈ വെള്ളിയാഴ്ച ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ ഇറാനിൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും നിരവധി ആളുകളെ വധിച്ചതും അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടം ആളുകൾക്കെതിരെ നടത്തിയ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനാണ് കൊണ്ടുവന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനും കൊലപാതകങ്ങൾക്കും കാരണമായിട്ടുള്ള ഇറാന്റെ സെക്യൂരിറ്റി ഫോഴ്സിനെതിരായിട്ടുള്ള ഒരു ഒരു റെസൊല്യൂഷനാണ് കൊണ്ടുവന്നത്. ആകെ ഇതിനകത്ത് 46-47 അംഗങ്ങളാണ് ഉള്ളത്. എന്തായാലും 25 പേര് ഈ ഒരു റെസൊല്യൂഷനെ പിന്തുണച്ചുകൊണ്ടാണ് വോട്ട് ചെയ്തത്. 14 രാജ്യങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിന്നു. 7 രാജ്യങ്ങളാണ് ഇറാന് ഫേവറബിൾ ആയിട്ട് വോട്ട് ചെയ്തത്, അഥവാ ഈ റെസൊല്യൂഷന് എതിർത്തുകൊണ്ട് വോട്ട് ചെയ്യുന്നത്. ഈ 7 രാജ്യങ്ങളാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഏതൊക്കെയാണ് 7 രാജ്യങ്ങൾ? ഒന്നാമത്തെ രാജ്യം ചൈന, രണ്ടാമത്തെ രാജ്യം ക്യൂബ, മൂന്നാമത്തെ രാജ്യം പാകിസ്ഥാൻ, നാലാമത്തെ രാജ്യം വിയറ്റ്നാം, അഞ്ചാമത്തെ രാജ്യം ഇന്തോനേഷ്യ, ആറാമത്തെ രാജ്യം ഇറാഖ്, ഏഴാമത്തെ രാജ്യം ഇന്ത്യ. 14 രാജ്യങ്ങൾ വിട്ടുനിന്നിട്ടുണ്ട്. ആ വിട്ടുനിന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഈജിപ്റ്റ് ഉണ്ട്, എത്യോപ്യ ഉണ്ട്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള കുവൈറ്റ് ഉണ്ട്, കെനിയ ഉണ്ട്. ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ വിട്ടുനിന്നു. ഈവൻ സൗത്ത് ആഫ്രിക്ക പോലും ഇതിൽ വിട്ടുനിന്നു. മൗറീഷ്യസ് എനിക്ക് തോന്നുന്നു വിട്ടുനിന്നു. ഇങ്ങനെ നിരവധി രാജ്യങ്ങൾ, തായ്ലൻഡ് വിട്ടുനിന്നു. ഇതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത രാജ്യങ്ങളുടെ കൂട്ടത്തിനകത്ത് ഫ്രാൻസ് ഉൾപ്പെടെ, ഇന്ത്യയുടെ സഖ്യരാജ്യമായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത രാജ്യങ്ങളിൽ പെടുന്നവരാണ്. ഇന്ത്യയുടെ സുഹൃത്തായിട്ടുള്ള ജപ്പാൻ, ഇറ്റലി, ഈ രാജ്യങ്ങളും ഈ ഒരു റെസൊല്യൂഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വോട്ട് ചെയ്തത്. സ്പെയിൻ, സ്വിറ്റ്സർലൻഡ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഇന്ത്യ ഇതിനെ എതിർത്തു. സാധാരണ രീതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഇന്ത്യ വിട്ടു നിൽക്കാറാണ് പതിവ്. അതായത് ഇപ്പൊ 14 രാജ്യങ്ങൾ ഒരു അഭിപ്രായവും പറയാതെ വിട്ടു നിന്നില്ലേ, അതുപോലെ ഇപ്പൊ സൗത്ത് ആഫ്രിക്ക ചെയ്ത പോലെ ഇന്ത്യക്കും വിട്ടു നിൽക്കാമായിരുന്നു. പക്ഷെ ഇന്ത്യ വിട്ടു നിന്നില്ല. പകരം ഇന്ത്യ ഇറാനെതിരായിട്ടുള്ള റെസൊല്യൂഷന് ഇറാന് പിന്തുണ കൊടുത്തുകൊണ്ടാണ്, ആ റെസൊല്യൂഷനെ എതിർത്തുകൊണ്ടാണ് വോട്ട് ചെയ്തത്. ഇത് ശരിക്കും സാധാരണ നമ്മൾ കാണാത്തൊരു കാര്യമാണ്. ഇന്ത്യയുടെ ഫോറിൻ പോളിസി പരിശോധിച്ചാൽ, ജിയോ പൊളിറ്റിക്കൽ സംഭവങ്ങളിൽ ഇന്ത്യയുടെ ഇടപെടലുകൾ പരിശോധിച്ചാൽ, ഇന്ത്യ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ നിഷ്പക്ഷമായിട്ട് മാറി നിൽക്കും. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഇറാൻ അനുകൂലമായിട്ട് ഇന്ത്യ ചൈനയും പാകിസ്ഥാനും ക്യൂബയും ഒക്കെ ഉള്ള ഗ്രൂപ്പിനൊപ്പം നിന്നു, വിയറ്റ്നാം ഉൾപ്പെടുന്ന ഗ്രൂപ്പിനൊപ്പം നിന്നു? ഇവിടെയാണ് നമ്മൾ ഇന്ത്യ ഗവൺമെന്റിനെ ഇനിയും മനസ്സിലാക്കാനിരിക്കുന്നത്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ, നാഷണൽ ഇൻട്രസ്റ്റ് ആണ് നരേന്ദ്രമോദിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് അദ്ദേഹം പറയുന്നത് വെറുതെയല്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇത്. ഇറാനിൽ നടക്കുന്ന സംഭവങ്ങളിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടലിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അമേരിക്ക എന്തുകൊണ്ട് ഇറാനെ തകർക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. അത് ഇറാന്റെ ആണവായുധം നിർമ്മിക്കുന്ന കാരണം മാത്രമല്ല, മറിച്ച് ഇറാനിലെ എണ്ണ നിക്ഷേപം ഒക്കെ കണ്ടുകൊണ്ടുകൂടിയാണ്. ഇറാന്റെ എണ്ണ അമേരിക്കയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മൾ ഇന്ത്യ ഇറാൻ റിലേഷനെ കുറിച്ച് നമ്മളിൽ പലർക്കും അറിയില്ല. അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക്ക് സ്ഥാപിതമായതിനു ശേഷമുള്ള ഇറാൻ ഭരണകൂടം, അല്ലെങ്കിൽ ഇന്നത്തെ ഇറാന്റെ ആയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ ഭരണകൂടമില്ലേ, ഈ ഇറാൻ ഭരണകൂടമാണ് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ഏറ്റവും ശക്തമായ ഒന്നാക്കി മാറ്റുന്നത്. ഇതിനു മുമ്പ് ഷാ ഭരണകൂടമായിരുന്നപ്പോൾ, അതായത് രാജഭരണമായിരുന്നപ്പോൾ, ഇറാൻ ശരിക്കും പറഞ്ഞാൽ തുറന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു രാജ്യമാണ് പല വിഷയങ്ങളിലും. ഈവൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയങ്ങളിൽ പോലും പാകിസ്ഥാന് വലിയ പിന്തുണ കൊടുക്കുകയും എണ്ണ സപ്ലൈ തടസ്സമില്ലാതെ കൊടുക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ഒക്കെ ചെയ്ത ഒരു പാരമ്പര്യമാണ് ഇറാനിലെ ഷാ ഭരണകൂടത്തിനുള്ളത്. രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് ഇറാൻ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ സഖ്യരാജ്യമായിരുന്നു. പാകിസ്ഥാനുമായിട്ട് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. പല വിഷയങ്ങളിലും ഇന്ത്യക്കെതിരായിരുന്നു. എന്നാൽ തരക്കേടില്ലാത്തൊരു റിലേഷൻ ഉണ്ടായിരുന്നു താനും. പക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ ഉൾപ്പെടെ പാകിസ്ഥാനായിരുന്നു അവർ പിന്തുണ കൊടുത്തത്. പിന്നീട് ഇസ്ലാമിക റിപ്പബ്ലിക്കായിട്ട് ഇറാൻ മാറുകയും പുതിയ ഒരു സംവിധാനത്തിലേക്ക്, ഒരു മത അധിഷ്ഠിതമായ ഭരണത്തിലേക്ക് അത് മാറുകയും ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ഇറാൻ മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ അവരുടെ ആത്മീയ ആചാര്യനായിട്ടുള്ള, അല്ലെങ്കിൽ പരമോന്നത നേതാവെന്ന് വിളിക്കുന്ന ആയത്തുള്ള ഖമേനി അടക്കം പലപ്പോഴും ഇസ്ലാമിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ കശ്മീരിന്റെ വിഷയത്തിലൊക്കെ ഇന്ത്യക്ക് അത്ര രസകരമല്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഭരണകൂടം എന്ന നിലയിൽ ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധമാണ് പുലർത്തി വരുന്നത്. ഈ ചാമ്പഹാർ പോർട്ട്, അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പ് അവകാശം ഇന്ത്യക്ക് ഇറാൻ തന്നത് വെറുതെ ഒരു സൗകര്യത്തിന് വേണ്ടി, ഔദാര്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, മറിച്ച് ഈ പവർ ബാലൻസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഇറാന് ഓൾറെഡി ചൈനയുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോയി കൂടുതലായിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതിന് പകരം ഒരു ബാലൻസിങ്ങിന്റെ ഭാഗമായിട്ടാണ്
ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ഒക്കെ ഇറാൻ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ചാബഹാർ പോർട്ട് ഇന്ത്യക്ക് ഇറാൻ തരാൻ തീരുമാനിച്ചതിൽ ചൈനയ്ക്ക് അതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ അതൃപ്തിയുണ്ട്. പക്ഷെ ഇറാൻ അത് വകവെച്ചില്ല. കാരണം ഈ ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും നല്ല ബന്ധം ഇറാനുണ്ട്. ഓൾറെഡി ചൈന വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഇറാനിൽ നടത്തുന്നുമുണ്ട്. പക്ഷെ എന്നിട്ടും ഇറാൻ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാബഹാർ പോർട്ട് നമുക്ക് തരുന്നത്. ഈ ചാബഹാർ പോർട്ട് എന്ന് പറയുന്നത് വെറും ഒരു പോർട്ട് അല്ല, നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമുള്ള നമ്മുടെ ഒരു കവാടം കൂടിയാണ്. നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് ട്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഡീൽ ചെയ്യാൻ നമുക്ക് ചാബഹാർ പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറെ വഴിയില്ല നമുക്ക് അഫ്ഗാനിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടം നിലനിൽക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. നാളെ ഇന്നത്തെ ഇറാൻ ഭരണകൂടം താഴെ വീണ് പകരം മറ്റൊരു ഭരണകൂടം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണോ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷനിൽ സംഭവിച്ചത് അതുപോലെയോ അതിനേക്കാൾ മോശമോ ആയിട്ട് നാളെ ഇന്ത്യ ഇറാൻ റിലേഷൻ മാറിയേക്കാം. അല്ലെങ്കിൽ എല്ലാത്തിനും അമേരിക്കയുടെ അനുവാദം വാങ്ങേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ കൂടുതൽ സമ്മർദ്ദത്തിലാവും. മറിച്ച് ഇന്നത്തെ ഇറാൻ എന്ന് പറയുന്നത് കുറെ കൂടെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഇറാനാണ്. ആ ഇറാനുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് ഇന്ത്യക്ക് ഈസി കുറച്ചുകൂടി. അപ്പൊ ഇവിടെ ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടെന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിന് അനുകൂലമായിട്ടാണ്, അല്ലാതെ മറ്റു രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കോ ലോക രാജ്യങ്ങളുടെ സൗകര്യത്തിനോ അല്ല. ഈ മനുഷ്യാവകാശം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ഇത് ഓരോ രാജ്യങ്ങളും അവരവരുടെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പൊ അമേരിക്ക ഇറാനിൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ഇറാനിൽ ഇപ്പോൾ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളെ ഭരണകൂടം അടിച്ചമർത്തിയതിനെ കുറിച്ചും ഒക്കെ ഭയങ്കരമായിട്ട് രോഷാകുലരായിട്ട് പ്രതികരിക്കാറുണ്ട്. ഇതേ അമേരിക്കയാണ് B-2 ബോംബർ വിമാനം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരടക്കമുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിലും പട്ടണങ്ങളിൽ വരെ കൊണ്ടുവന്ന് ബോംബിട്ടത്. അവിടെ മരിച്ചു വീണവരുടെ കൂട്ടത്തിലും സാധാരണ മനുഷ്യരുണ്ടായിരുന്നു. അതിനകത്ത് ഒരു മനുഷ്യാവകാശ ലംഘനവും അമേരിക്ക കണ്ടിട്ടില്ല. ജപ്പാനിലെ ആണവായുധം ഇട്ട മനുഷ്യാവകാശം നമ്മൾ കണ്ടതാണ്. അമേരിക്കയുടെ മനുഷ്യ സ്നേഹം ഒന്നല്ല 2 തവണ ഇട്ടാണ് അവർ മനുഷ്യ സ്നേഹം കാണിച്ചത്. പോട്ടെ, അത് കുറെ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം. നമുക്ക് ഈ അടുത്തിടെ നടന്ന കാര്യങ്ങൾ എടുക്കാം. യമനിലായിക്കോട്ടെ, അല്ലെങ്കിൽ നൈജീരിയയിലായിക്കോട്ടെ, കെനിയയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും അമേരിക്ക ഇതുപോലെ കൊണ്ടുവന്ന് ബോംബിടുന്ന സമയത്ത് ചിലപ്പോൾ തീവ്രവാദികൾ ചാവുന്നുണ്ടാവും, ചിലപ്പോൾ ഭീകരവാദികൾ കൊല്ലപ്പെടുന്നുണ്ടാവും. ഇതിന്റെ കൂട്ടത്തിൽ സാധാരണക്കാരും കൊല്ലപ്പെടുന്നുണ്ട്, സ്ത്രീകളും കുട്ടികളും ഒക്കെ കൊല്ലപ്പെടുന്നുണ്ട്. ബോംബ് താഴെ വീഴുമ്പോൾ തീവ്രവാദികളുടെ ദേഹത്ത് മാത്രമേ പതിക്കുന്നൊന്നുമില്ല, അവിടെ ഉള്ള സകല മനുഷ്യരെ അത് ബാധിക്കും. അപ്പോൾ അമേരിക്ക നടത്തുന്ന പ്രവർത്തനങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വെനസ്വേലയെ കയറിയിട്ട് അമേരിക്കൻ പട്ടാളം യാതൊരു മനുഷ്യത്വം കാണിക്കാതെയാണല്ലോ അവിടെയുള്ള സൈനികരെ അടക്കം വധിച്ചുകൊണ്ട് പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയത്. ഒരു പരമാധികാര രാജ്യത്ത് കയറി കാണിച്ച പരിപാടിയാണ്. ആ പട്ടാളക്കാർക്ക് മനുഷ്യാവകാശമില്ല, അല്ലേ? അവർക്ക് മനുഷ്യാവകാശമില്ല. അതുപോലെ തന്നെയാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ കാര്യത്തിൽ. ഹമാസ് എന്ന് പറയുന്ന സംഘടന ഒരു തീവ്രവാദ സംഘടനയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ല. ഇവിടെ ഹമാസ് ആ തരത്തിലാണ് ഇസ്രായേലിൽ കയറിയിട്ട് മനുഷ്യരെ നിഷ്കരുണം കൊന്നു തള്ളിയത്. ഒരു തർക്കം അതിനകത്തില്ല. ഹമാസ് ഒരു തീവ്രവാദ സംഘടന തന്നെയാണ്. പക്ഷേ ഹമാസ് ചെയ്ത തീവ്രവാദ പ്രവർത്തനം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇസ്രായേൽ കൊടുത്ത തിരിച്ചടി ഉണ്ടല്ലോ. ഈ ഇസ്രായേൽ കൊടുത്ത തിരിച്ചടിയിൽ എന്തുമാത്രം സാധാരണ മനുഷ്യരവിടെ കൊല്ലപ്പെട്ടു. ഹമാസിലുള്ള ആളുകൾ മാത്രമാണോ മരിച്ചത്? സാധാരണ കുട്ടികള്, അല്ലെങ്കിൽ വൃദ്ധരായ സ്ത്രീകള്, സാധാരണ സ്ത്രീകള്, മനുഷ്യര്, ഇതിലൊന്നുമില്ലാതെ മനസമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ആളുകളടക്കം എന്തുമാത്രം മനുഷ്യരാണ് പലസ്തീനിൽ കൊല്ലപ്പെട്ടത്. ഇവരാരും മനുഷ്യരല്ലേ? ഇവർക്കൊന്നും മനുഷ്യാവകാശമില്ലേ? അപ്പൊ അമേരിക്കയുടെ മനുഷ്യാവകാശം എന്ന് പറയുന്നത് സെലക്റ്റീവ് ആണ്. എല്ലാ രാജ്യങ്ങളുടെയും മനുഷ്യാവകാശം എന്ന് പറയുന്നത് സെലക്റ്റീവ് ആണ്. ആഫ്രിക്കയിൽ കയറിയിട്ട് അവിടെയുള്ള മനുഷ്യരെ നിഷ്കരുണം കൊന്നു തള്ളിയിട്ടുള്ള ചരിത്രമുള്ള സായിപ്പന്മാര്, ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് റെഡ് ഇന്ത്യൻസിനെ മുച്ചൂടും മുടിച്ച കൊന്നു തള്ളിയ സായിപ്പന്മാര്, ന്യൂസിലാൻഡിലെ പ്രാദേശിക ജനവിഭാഗത്തെ കൊന്നു തള്ളിയ സായിപ്പന്മാര്, അതുപോലെ അങ്ങ് ഓസ്ട്രേലിയയിലുള്ള സാധാരണക്കാരായ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയ ജനവിഭാഗത്തെ കൊന്നു തള്ളിയ സായിപ്പന്മാര്, അതുപോലെ തന്നെ കാനഡയിൽ ഉണ്ടായിരുന്ന സാധാരണ മനുഷ്യരെ കൊന്നു തള്ളിയവര്, അതുപോലെ വടക്കൻ അമേരിക്കയിലെയും തെക്കൻ അമേരിക്കയിലെയും പ്രാദേശിക ജനവിഭാഗങ്ങളെ എന്തുമാത്രം കൊന്നു തള്ളിയിട്ടുണ്ട് ഈ പറയുന്ന യൂറോപ്യൻസ്. നമ്മുടെ ഇന്ത്യയിൽ പോലും വന്ന് ഇവർ കാണിച്ച മനുഷ്യാവകാശ ലംഘനങ്ങളും മനുഷ്യാവകാശ ധ്വംസനങ്ങളും ലോകത്തൊരു രാജ്യവും ഇന്നേവരെ കാണിച്ചിട്ടുണ്ടാവില്ല, ഒരു ജനസമൂഹവും കാണിച്ചിട്ടുണ്ടാവില്ല. അവര് ഈ കൊള്ളരുതായ്മയെല്ലാം ഇതെല്ലാം കഴിഞ്ഞ നൂറ്റാണ്ട് വരെ നടന്ന കാര്യങ്ങളാണ്, 500 കൊല്ലം മുമ്പത്തെ കാര്യമല്ല. 2ാം ലോക മഹായുദ്ധം വരെ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം ചെയ്ത് മനുഷ്യരെ കൂട്ടക്കൊല നടത്തി ഒരു മഹായുദ്ധത്തിന് ശേഷം അവരെ സ്വയം പുണ്യാളന്മാരായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ അവര് മനുഷ്യാവകാശത്തിന്റെ സംരക്ഷകരായിട്ടാണ് അവരെ അവതരിപ്പിക്കുന്നത്. ഈ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സുഹൃത്താണ് ഫ്രാൻസ്. ആഫ്രിക്കയിൽ ഫ്രാൻസ് എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യാവകാശ ലംഘനങ്ങളല്ലേ? അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഫ്രാൻസ് കാണിച്ചിട്ടുള്ളത് മനുഷ്യാവകാശ ലംഘനങ്ങളല്ലേ? ബ്രിട്ടൻ, ഈ നാറ്റോ കാണിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളല്ലേ? അതുപോലെ തന്നെ ഒരു ജനവിഭാഗത്തെ ഒരു യുദ്ധമുനയിൽ കൊണ്ട് നിർത്തിക്കൊണ്ട് റഷ്യയുമായിട്ടുള്ള യുദ്ധം ഉണ്ടാക്കിയതാരാണ്? നാറ്റോ അല്ലേ?
യുക്രൈനെ മുന്നിൽ നിർത്തിക്കൊണ്ട്? അമേരിക്കയും നാറ്റോയും വിചാരിച്ചിരുന്നുവെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമായിരുന്നോ? ഉക്രൈനെ നാറ്റോയിൽ അംഗമാക്കില്ല എന്നൊരു തീരുമാനമെടുക്കാൻ എന്തിനായിരുന്നു അവർക്ക് ബുദ്ധിമുട്ട്? എന്തുമാത്രം മനുഷ്യരാണ് ഇത് കാരണം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഒന്നും കാണാത്ത മനുഷ്യാവകാശം ഇറാനിൽ മാത്രം കാണുമ്പോൾ അത് സെലക്റ്റീവ് ആയിട്ടുള്ള മനുഷ്യാവകാശ സ്നേഹമാണ്. ഇറാനിൽ കുറെ മനുഷ്യർക്ക് തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. ഇറാൻ ഭരണകൂടത്തിന്റെ ഒരു സമ്പ്രദായം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നിലം പൊത്തുമെന്നത് ഒരു വസ്തുത തന്നെയാണ്. കാരണം ഇങ്ങനെ ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് മത നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടൊന്നും ഒരുപാട് കാലമൊന്നും ഒരു ഭരണകൂടത്തിനും നിലനിൽക്കാൻ കഴിയില്ല. അതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കണം. ഇത് അമേരിക്കയുടെയും അല്ലെങ്കിൽ CIA ഒക്കെ പ്ലാനിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ തെരുവിലിറക്കിക്കൊണ്ട് ഗവൺമെന്റിനെതിരായിട്ട് നിർത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനെ അടിച്ചമർത്താൻ ഗവൺമെന്റും ശ്രമിക്കും. അവിടെ സംഘർഷം ഉണ്ടായിട്ടുണ്ട്, ആളുകൾ മരിച്ചിട്ടുണ്ട്, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ എന്ന് പറഞ്ഞ് ഇന്ത്യ അതിൽ പോയിട്ട് ഇവരുടെ കപട മനുഷ്യാവകാശ സ്നേഹം കണ്ടുകൊണ്ട് അതിനെ അനുകൂലിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇന്ത്യക്ക് ഇറാനെ ആവശ്യമാണ്. ഇന്ത്യ ഇറാൻ റിലേഷനാണ് ഇമ്പോർട്ടന്റ്. രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് പ്രധാനം. അതുകൊണ്ട് ഇന്ത്യ ഇറാൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ അതിക്രൂരമായിട്ട് അവിടെയുള്ള ഭൂരിപക്ഷ വിഭാഗം കൊലപ്പെടുത്തുന്ന സമയത്ത് ഈ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ഒരു പൂച്ചക്കുഞ്ഞുങ്ങൾക്കും ഒന്നും പറയാനില്ല. അമേരിക്കയ്ക്കും പറയാനില്ല, യൂറോപ്പിനും പറയാനില്ല, ഒരാൾക്കും പറയാനില്ല. ബംഗ്ലാദേശിൽ നിഷ്കരുണമാണ് ആളുകളെ പച്ചയ്ക്ക് വരെ കത്തിക്കുന്നത്. അപ്പോഴൊന്നുമില്ലാത്ത മനുഷ്യാവകാശ സ്നേഹം ഇറാന്റെ കാര്യത്തിൽ വരുന്നത് അത് ഇറാൻ ആയതുകൊണ്ടാണ്. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. അതിനൊപ്പം ഇന്ത്യ നിൽക്കാത്തത് എന്തുകൊണ്ടും നന്നായി. ഇന്ത്യ ഇവിടെ ഇറാൻ അനുകൂലമായിട്ട് ഈ റെസൊല്യൂഷനെ എതിർത്ത് വോട്ട് ചെയ്തു എന്നതിന്റെ അർത്ഥം ഇന്ത്യ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഗ്രൂപ്പിലാണെന്നല്ല. വിവരമില്ലാത്തവർക്ക് അങ്ങനെയൊക്കെ മനസ്സിലാക്കാം. ചില സായിപ്പന്മാര് ഇന്ത്യയുടെ ഏത് ഗ്രൂപ്പിലാണെന്ന് കണ്ടില്ലേ, ഷെയിമാണ് ഇന്ത്യ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇന്ത്യയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമുക്ക് ശരിയെന്ന് തോന്നുകയാണ് നമ്മൾ ചെയ്യുന്നത്. പാകിസ്ഥാൻ അനുകൂലിക്കുവോ ചൈന അനുകൂലിക്കുവോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഇറാന്റെ വിഷയത്തിലുള്ള നമ്മുടെ നിലപാട്, നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യമാണ് നമ്മൾ അവിടെ കാണിച്ചത്. ഒരു കാര്യം പറയാതെ വയ്യ, നമ്മുടെ രാജ്യം വളരെ ശക്തമായിട്ട് നിലപാടെടുക്കേണ്ട സന്ദർഭങ്ങളിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന നിലപാടെടുക്കുന്നുണ്ട്. അവിടെ അമേരിക്ക എന്ത് വിചാരിക്കും, ഫ്രാൻസ് എന്ത് വിചാരിക്കും, ചൈന എന്ത് വിചാരിക്കും, അത് നമ്മളെ മാറ്റർ അല്ല. നമ്മുടെ രാജ്യത്തിന് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.